നമസ്കാരം. ഹനുമാൻ ലങ്കയിൽ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഹനുമാനെ പിടിച്ചു കെട്ടാൻ വന്ന സർവശക്തികളെയും ഹനുമാൻ നശിപ്പിച്ചു. ഈ സമയം രാവണൻ്റെ ഇളയപുത്രൻ അക്ഷകുമാരൻ, വലിയ പോരാളിയാണ് അക്ഷകുമാരൻ. അച്ഛനെപ്പോലെയും ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തിനെ പോലെയും ഒക്കെ തന്നെ വളരെ മിടുക്കനായ ധീരനായ പോരാളിയാണ് അക്ഷകുമാരൻ. അക്ഷകുമാരൻ രാവണൻ്റെ ദുഃഖം കണ്ട് രാവണനിങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം ഹനുമാനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ നിയോഗിക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അക്ഷകുമാരൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, നാം ആ വാനരനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരാം, അവരെ കഥ ഞാനിപ്പോൾ കഴിക്കും, നമ്മെ ഞാൻ അനുവദിക്കണം എന്ന് രാവണനോട് പറഞ്ഞു. രാവണൻ പോയി വരാൻ പറഞ്ഞു. ആവശ്യത്തിനുള്ള സൈന്യത്തെ ഒപ്പം കൂട്ടിക്കൊള്ളാൻ നിർദ്ദേശിച്ചു. ഹനുമാൻ ഇങ്ങനെ ഗോപുരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അക്ഷകുമാരൻ വരുന്നു. വളരെ ദൂരെ നിന്ന് കണ്ടു. ഒരു വലിയ ഘോഷയാത്ര പോലെ സൈന്യത്തെ നയിച്ചുകൊണ്ട് അക്ഷകുമാരൻ വരികയാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വരികയല്ലേ, അടുത്തെത്തി യുദ്ധം തുടങ്ങി. മുഴുവൻ സൈന്യത്തെയും നശിപ്പിച്ചു. അക്ഷകുമാരനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലായി. ഹനുമാനെ ഇപ്പോൾ തന്നെ അക്ഷകുമാരൻ തോൽപ്പിക്കുമെന്നുള്ള മട്ടിൽ അക്ഷകുമാരൻ ഹനുമാൻ്റെ മുന്നിലേക്ക് എടുത്തിയാടി. ഹനുമാൻ അക്ഷകുമാരനെ തലയോടെ പിടിച്ച് തറയിലൊരച്ചു. അത് കഴിഞ്ഞ് അക്ഷകുമാരനെ വധിച്ചു. അക്ഷകുമാരനെ വധിച്ചു എന്നുള്ള വാർത്ത ലങ്ക നടുങ്ങി, രാവണന്റെ കൊട്ടാരം നടുങ്ങി. അക്ഷകുമാരനെ തറയിൽ ഒരച്ചു തേച്ചു കളഞ്ഞു എന്നാണ് ലങ്കയിൽ പടർന്നു പിടിച്ച വാർത്ത. ചക്രവർത്തിയുടെ ഇളയ മകൻ അക്ഷകുമാരൻ ഈ വിധം കൊല്ലപ്പെടുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ എല്ലാവരും നിലവിളിയായി. അക്ഷകുമാരൻ കൊല്ലപ്പെട്ടത്. അതിനുമുമ്പ് തന്നെ കൊല്ലപ്പെട്ട സൈനികരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളുമൊക്കെ ആർത്തലച്ച് നിലവിളിക്കുകയാണ്. ലങ്ക മുഴുവൻ നിലവിളി കൊണ്ട് നിറഞ്ഞു. ഒരു വാനരൻ ഈ ലങ്ക മുഴുവൻ നശിപ്പിക്കുന്നു, നമ്മയെല്ലാം നശിപ്പിക്കുന്നു എന്ന് നിലവിളിക്കുകയാണ് എല്ലാവരും. അക്ഷകുമാരൻ്റെ മരണം രാവണനെ ആകെ തളർത്തി. രാവണൻ ഏറെ ദുഃഖിതനായി. ഏറെ ദുഃഖിതനായി രാവണൻ തന്നെ നേരിട്ട് ഹനുമാനെ പിടിച്ചു കെട്ടാൻ ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ രാവണൻ്റെ മൂത്തപുത്രൻ മേഘനാഥൻ ഇന്ദ്രജിത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് വരികയാണ്. മേഘനാഥനെ കണ്ടപ്പോൾ രാവണന് വലിയ സന്തോഷമായി. കാരണം
മേഘനാഥൻ എന്ന് വെച്ചാൽ രാവണന് എപ്പോഴും ഏറെ പ്രിയപ്പെട്ട പുത്രനാണ് മേഘനാഥൻ. പ്രസവിക്കുമ്പോൾ തന്നെ കരഞ്ഞപ്പോൾ ദിഗന്ധങ്ങൾ പൊട്ടുമാറാണ് ശബ്ദം കേട്ടത്. അതുകൊണ്ടാണ് മേഘനാഥൻ എന്ന് പേരിട്ടത്. മേഘനാഥൻ ആണ് ദേവേന്ദ്രനെ തോൽപ്പിച്ചത്. ദേവേന്ദ്രനെ തോൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് ബ്രഹ്മദേവൻ നൽകിയത്. അങ്ങനെ ഇന്ദ്രജിത്ത് മേഘനാഥൻ വന്നു. താൻ ഉള്ളപ്പോൾ പ്രിയപ്പെട്ട പിതാവ് യുദ്ധത്തിന് പോകുന്നത് ശരിയല്ല, നമ്മെ അനുവദിക്കണം. അതിനു മുമ്പായിട്ട് മേഘനാഥൻ കുറച്ച് കർക്കശ സ്വരത്തിൽ പറഞ്ഞു, അക്ഷകുമാരനെ അയക്കുന്നതിന് മുമ്പ് നമ്മോട് പറയാമായിരുന്നു. അക്ഷകുമാരനെ അയച്ച് ശരിയായില്ല, നാം സ്വയം വരുത്തി വെച്ച വിനയാണ്. എന്തേ ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് നമ്മെ അറിയിക്കാത്തത് എന്ന് മേഘനാഥൻ ചോദിച്ചു. അതിനൊന്നും ആർക്കും മറുപടി ഉണ്ടായില്ല. രാവണന് മറുപടി പറഞ്ഞില്ല, ആരും മറുപടി പറഞ്ഞില്ല. പക്ഷെ മേഘനാഥൻ പോകാൻ തയ്യാറാണ് എന്നറിയിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. നിശ്ചയമായും ഹനുമാനെ കീഴടക്കുവാൻ ഇന്ദ്രജിത്തിന് കഴിയും എന്നറിയാം. അങ്ങനെ ഇന്ദ്രജിത്ത് സർവസന്നാഹങ്ങളോടും കൂടി ഹനുമാനെ നേരിടുവാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അതുപോലെ തന്നെ ഹനുമാൻ അവിടെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രജിത്താണ് വരുന്നതെന്ന് ഹനുമാന് മനസ്സിലായി. ഇന്ദ്രജിത്ത് വന്നു, യുദ്ധം ആരംഭിച്ചു. ഇന്ദ്രജിത്തിനോടൊപ്പം വന്ന ആ സൈന്യത്തെ മുഴുവൻ തന്നെ ഹനുമാൻ തകർത്തു. ഇന്ദ്രജിത്തുമായി കടുത്ത പോരാട്ടമായി. ഹനുമാന് നേരെ വിവിധങ്ങളായ ആയുധങ്ങൾ ഇന്ദ്രജിത്ത് അയച്ചു. അവയൊക്കെ തന്നെ ഹനുമാൻ വളരെ നിസ്സാരമായി തന്നെ പിടിച്ചു നശിപ്പിച്ചു. അവസാനം ഇന്ദ്രജിത്തിന് മനസ്സിലായി ഇതൊരു സാധാരണ വാനരരല്ല എന്ന് മനസ്സിലായി. അത് വരുമ്പോൾ തന്നെ ഇന്ദ്രജിത്തിന് മനസ്സിലായി ഇത് സാധാരണ വാനരരല്ല എന്ന്. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം തൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം തൊടുത്തു. ബ്രഹ്മാസ്ത്രം തൊടുത്തപ്പോൾ ഹനുമാന് മനസ്സിലായ ബ്രഹ്മാസ്ത്രമാണ്. ഹനുമാൻ ഇറങ്ങി നിന്ന് തൊഴുതു നിന്നു. ബ്രഹ്മാസ്ത്രം ഹനുമാനെ ചുറ്റി വരിഞ്ഞു. ഹനുമാൻ ബോധരഹിതനായി വീണു. അപ്പോൾ ഹനുമാനെ അവിടെ നിന്നും വലിച്ചെടുത്തുകൊണ്ട് രാവണ സദസ്സിലേക്ക് യാത്രയായ രാക്ഷസർ. ഇന്ദ്രജിത്തും ഇവനെ രാക്ഷസ സദസ്സിലെത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് നേരെ രാവണൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു, അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ സാധാരണ വാനരനല്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ഈ ഹനുമാനെ ബോധരഹിതനായി കിട്ടിയ അവസരത്തിൽ കൊണ്ടുവരുമ്പോൾ ഹനുമാന് ബോധമുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും രാക്ഷസർ ഓരോരുത്തരും വിളിച്ചു പറയാണ്,
തടിക്കുന്ന സ്ത്രീകളും കുട്ടികളെ കൊണ്ടൊക്കെ വിളിച്ചു പറയിപ്പിക്കണം, കൊല്ലണം, വെട്ടണം, പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹനുമാൻ ഇത് കേൾക്കുന്നുണ്ട്. ഹനുമാനെ കൊണ്ടുവന്നു. അപ്പോൾ ബോധം തെളിഞ്ഞു. ഒന്ന് രാവണൻ്റെ സദസ്സിലെത്തിച്ചു. ഇപ്പോൾ രാവണൻ ഇങ്ങനെ ചക്രവർത്തി ഇരിക്കുകയാണ്. ഹനുമാൻ വന്നു. ഓ, നീയാണല്ലേ ഈ പ്രശ്നമുണ്ടാക്കിയ കലാപകാരിയായ വാനരൻ. നീ ആരാ? എവിടെന്നാ വരുന്നത്? എന്താ കാര്യം? ഈ ലങ്ക നശിപ്പിക്കുവാൻ കാര്യം എന്താ? രാവണൻ ഓരോന്നോരോന്നായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹനുമാൻ വിചാരിച്ചു, ഈ സാമാന്യമായ മര്യാദയില്ലേ, വരുന്ന ആളിനോട് ഒന്ന് ഇരിക്കാൻ പറയണ്ടേ? നിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ. സാമാന്യ മര്യാദ ഇരിക്കാൻ പറയാന്ന് പറയുന്നു. ഇത് ചക്രവർത്തി ഇങ്ങനെ ഇരിക്കുക മുകളിൽ. ഹനുമാൻ ഒപ്പം തന്നെ തൻ്റെ വാല് ചുരുട്ടി ഒരു ഇരിപ്പിടം പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ അങ്ങിരുന്നു. രാവണൻ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പൊക്കത്ത്. എന്നിട്ട് മുഖാമുഖം സംസാരിക്കാൻ തുടങ്ങി. ഹനുമാൻ പറഞ്ഞു, നാം ഹനുമാൻ, വായുദേവൻ്റെയും അഞ്ജനയുടെയും പുത്രനായ ഹനുമാൻ ശ്രീരാമദൂതനായി ഇവിടെ എത്തിയിരിക്കുന്നു. നീ അപഹരിച്ചു കൊണ്ടുവന്ന സീതാദേവിയെ ഉടൻ മോചിപ്പിക്കണം. ശ്രീരാമദൂതുമായിട്ടാണ് നാം ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയെ അപഹരിച്ചതിനെക്കുറിച്ചും രാവണൻ കാണിക്കുന്ന നെറികെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹനുമാൻ ഇങ്ങനെ സംസാരിച്ചു. ഈ സംസാരം കേട്ടപ്പോൾ രാവണൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത നിലയിലുള്ള ദേഷ്യമായി. ഒരു വാനരൻ തൻ്റെ മുന്നിൽ വന്ന് വാലും ചുരുട്ടിയും കയറിയിരുന്നു കൊണ്ട് ഈ രാജസദസ്സിൽ തനിക്കൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതാണെങ്കിൽ തന്നെ ഭത്സിച്ചുകൊണ്ട്, അത് ആരുടെ ദൂതനെന്ന് പറഞ്ഞാലും അത് താൻ ഇതുവരെ കേൾക്കാത്ത, അറിയാത്ത ഒരനുഭവമാണ്. രാവണൻ കോപാകുലനായി ഈ രാക്ഷസ സദസ്സിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ ധൈര്യം കാണിച്ച നിന്നെ നാം വെറുതെ വിടില്ല, നിന്നെ നാം ഇപ്പോൾ തന്നെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ഹനുമാനെ വധിക്കാനായി തയ്യാറായി. അപ്പോൾ രാവണൻ്റെ ഇളയ സഹോദരൻ വിഭീഷണൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അരുത്. ദൂതനെ വധിക്കുക എന്ന് പറയുന്നത് ധർമ്മനീതികൾക്ക് എതിരാണ്. അങ്ങ് മഹാനായ ചക്രവർത്തിയാണ്. നീതിബോധത്തിലും ധർമ്മപ്രവർത്തികളിലുമൊക്കെ അതീവമായ താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അങ്ങ്. അങ്ങയുടെ ഭാഗത്തു നിന്നും ഈ വിധത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ രാവണൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് രാവണൻ നീതിബോധത്തിലും ധർമ്മനീതിയിലുമൊക്കെ അതീവ തൽപരനായ, അതീവ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിത്വമാണ് എന്ന് തൻ്റെ സ്വന്തം സഹോദരൻ വിഭീഷണൻ പറഞ്ഞപ്പോൾ രാവണന് ഉള്ളിൽ സന്തോഷം തോന്നി. മുഖസ്തുതിയാണല്ലോ, മുഖസ്തുതി കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ മുഖസ്തുതി രാവണന് കേട്ടപ്പോൾ രാവണന് ഇഷ്ടമായി. അപ്പോൾ രാവണൻ ചോദിച്ചു, അപ്പോൾ എന്താ വേണ്ടത്? ദൂതനെ വധിക്കണ്ട, ഒരു കാര്യം ചെയ്യാം,
ഇവൻ്റെ വാലിൽ തീ കൊളുത്തി വിടാം, അതാണ് നല്ലത്. എന്നാൽ ശരി, അതാണ് നല്ലത്. ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തുവാൻ വേണ്ടി തുണി ചുറ്റാൻ തുടങ്ങി. തുണി ചുറ്റി ചുറ്റും തോറും വാലിങ്ങ് നീണ്ടു പോവുകയാണ്. ചുറ്റി അങ്ങ് ധാരാളമായി. ഹനുമാന്റെ വാല് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോവുകയാണ്. ലങ്കയിൽ ഒരു അതിർത്തിയിൽ നിന്ന് രാജധാനി മുതൽ അങ്ങ് അതിർത്തി വരെ പോവുകയാണ്. വീണ്ടും നീണ്ടുകൊണ്ട് പോവുകയാണ്. ലങ്കയിൽ അന്ന് ലഭിക്കുമായിരുന്ന തുണി മുഴുവൻ എടുത്ത് ചുറ്റി എണ്ണയും ഒഴിച്ചു. അപ്പോൾ വീണ്ടും വാല് നീണ്ടു പോകുന്നു. അപ്പോൾ രാവണൻ അവിടെ നിന്ന് പറഞ്ഞു, സീതയുടെ വസ്ത്രം അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് വാരി ചുരുങ്ങി. കാരണം ഇതിങ്ങനെ ഹനുമാൻ ഇവരെ പരീക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ വിധത്തിൽ രാവണൻ പ്രതികരിച്ചത്. അതിനു മുമ്പ് സീതാദേവി മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും സീതാദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഹനുമാൻ പറഞ്ഞ കാര്യം രാവണൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി നിൽക്കുന്നുണ്ട്. അവർ ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തി ഉടൻ തന്നെ ഹനുമാൻ ആ വാല് നേരെ എടുത്ത് കൊട്ടാരത്തിന് നേരെ വീശി. ലങ്ക മുഴുവൻ, അശോകവനം ഒഴിച്ച് ബാക്കിയുള്ള ഭൂപ്രദേശം മുഴുവൻ തന്നെ, എല്ലാ കൊട്ടാരങ്ങളും എല്ലാം നശിപ്പിച്ചു. എല്ലായിടവും ചാടി കത്തിച്ച്, സകലയിടവും കത്തിച്ച് ലങ്ക നശിച്ചു, ലങ്ക നശിപ്പിച്ചു. ലങ്ക അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഒരു ചാരഭൂമിയായി മാറി. മുഴുവൻ പെട്ടെന്ന് പടർന്നു പിടിക്കുക, മൊത്തം തീ കൊണ്ട് നിറഞ്ഞു. ലങ്ക കത്തിയ അമർന്നു. അത് കഴിഞ്ഞ് നേരെ കടലിൽ പോയി തീ അണച്ച് സീതാദേവിയുടെ ആ ഭാഗത്ത് പോയി ഒന്ന് വണങ്ങി തിരിച്ച് ഹനുമാന് യാത്രയച്ച വാനരന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. സീതാദേവിയെ കണ്ട ഈ വിവരം, ശ്രീരാമൻ്റെ ദൂത് കൈമാറിയ വിവരം സന്തോഷപൂർവ്വം ഹനുമാൻ ഇവരോട് പറഞ്ഞു. ജാംബവാനും അംഗദനും നീലനുമൊക്കെ ഏറെ സന്തുഷ്ടരായി. അവർ മടങ്ങി നേരെ ശ്രീരാമദേവൻ്റെ അടുത്ത് പോയി വേഗം കണ്ട് മറുപടി പറയുവാനായി അവിടേക്ക് പോകുവാനായുള്ള യാത്ര തിരിച്ചു. അവരെല്ലാവരും ആഹ്ലാദപൂർവ്വം താമസിയാതെ തന്നെ ശ്രീരാമദേവൻ്റെ മുന്നിലെത്തി തങ്ങൾ സീതാദേവിയെ കണ്ടെത്തിയ വിവരവും ലങ്കയിലെ വിശേഷവും ഒക്കെ തന്നെ ഹനുമാൻ ശ്രീരാമദേവനെ പറഞ്ഞു കേൾപ്പിച്ചു.